അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നത് മുതൽ ആമിന ബീവിക്കുണ്ടായ അനുഭവങ്ങളും പ്രസവിക്കുന്ന ടൈമിലു ആ റൂമിൽ ഇന്ന് മഹദിമാർ ചൊന്നെങ്കിത്തെ അഭിപ്രായങ്ങളായിട്ടിക്കട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ചയാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ ഇട്ടിക്കിട് അള്ളാഹു ഈ ദുനിയാവിൽ ഫസ്റ്റ് പഠിച്ചു. ബാക്കി എല്ലാ വസ്തുക്കളും പിന്നെ ഇട്ടിക്കിട് പഠിച്ചു. ഫസ്റ്റ് പഠിച്ച വസ്തു അത് നബി തങ്ങളെ നൂറ് ഇട്ടിക്കിട് പ്രകാശം ഇട്ടിക്കിട. ഒരുപാട് നബി തങ്ങളെ ആ പ്രകാശത്തെ പടച്ചൽ പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇട്ടിക്കിട് ആദം നബിയെ അള്ള പടക്കണം. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിടെ അള്ളാഹു പടച്ചിട്ടാകുമ്പോൾ നബി തങ്ങൾ പരിശുദ്ധമായ ആ പ്രകാശത്തെ ആദം നബിയുടെ മുതുക്ക് അള്ളാഹു ഷിഫ്റ്റാക്കണം. പിന്നെ ആദം നബിയിലൂടെ മാനവ സമൂഹം ഉണ്ടായിട്ട് അങ്ങനെ നബി തങ്ങളെ ഉപ്പാപ്പന്മാരുടെ മുതൂലായിട്ട് പരിശുദ്ധന്മാരായ ആ നല്ല നല്ല സ്വാലിഹീങ്ങളെ മുതൂലായിട്ട് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചൊല്ലുടെങ്കിത്തെ നബി തങ്ങളെ ബാപ്പ ആ വാപ്പയുടെ മുതുക്കു ആ പ്രകാശ എത്തർ പിന്നെ ഇറ്റിക്കിട് ആ പ്രകാശ ആമിന ബീബിരെ ഗർഭാശയത്ത് എത്തർ റളിയല്ലാഹു അൻഹുമ. ചരിത്രത്തെ പണ്ഡിതന്മാർ അതെല്ലാം വ്യക്തമായിട്ട് ഓരോന്നും ഓരോരോ ഹർഫ് വഴി എഴുതി വെച്ചിടാറ്. റജബ് തിങ്ങളുടെ ഒരു പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച ജാവയിട്ടിക്കിട് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുയുടെ മുതുവിൽ നിന്ന് ആമിന ബീബിയുടെ ആ പരിശുദ്ധമായ ഗർഭാശയത്തിലേക്ക് നബി തങ്ങളുടെ ആ ഒരു പ്രകാശ എത്തറ് റജബ് തിങ്ങളുടെ ഒരു വെള്ളിയാഴ്ചയിട്ട് എന്തിട്ട് മഹാന്മാർ ചൊല്ലാറ്. ആമിന ബീബിയാകുന്ന ആ ഉമ്മ ലോകനേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഗർഭാശയത്തിൽ ചുമന്നിട്ട് ആ നബി തങ്ങളെ പ്രസവിക്കൂ ഭാഗ്യം കിട്ടിയെങ്കിലത്തെ ആ ഒരു മഹദി അതും ഒരു വെള്ളിയാഴ്ച റജബിയുടെ ഒരു വെള്ളിയാഴ്ച ഇട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ പ്രകാശം ആ ഉമ്മയുടെ ഗർഭാശയത്ത് എത്തും. ആ പരിശുദ്ധമായ ഉമ്മക്ക് ആ ഗർഭകാലത്തിൽ ഉണ്ടായെങ്കിലത്തെ അനുഭവങ്ങളും അതുപോലെ പ്രസവ സമയത്ത് ഉണ്ടായെങ്കിലത്തെ അനുഭവങ്ങൾ അത് ഒരാൾക്കും ലോകത്തുള്ള ഒരു പെണ്ണുക്കും കിട്ടാത്ത അനുഭവമായിട്ട് എന്തിട്ട് മഹാന്മാർ ആമിന ബീവി ചൊന്നതെ ചരിത്ര കിതാബിൽ എഴുതിയിട്ടുള്ളാർ. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച ആ ജാവുകെ കുറൈശികളെ അങ്ങനെ ഔത്തുലിന്നെങ്കിത്തെ മൃഗങ്ങളെല്ലാം വന്നിട്ട് ആമിന ബീബിയുടെ ചെന്നൊരു പലക്കമുണ്ട്. ഹുമില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറബ്ബിൽ കഅബതി വഹുവ ഇമാമുദ്ദുനിയ വസിറാജു അഹ്ലിഹ. കുറൈശിങ്ങളെ മൃഗങ്ങൾ വന്നിട്ട് ആമിന ബീബിയുടെ ചൊല്ലു ആമിന ബീബിനെ വിളിച്ചിട്ട് ചൊല്ലു, നിങ്ങൾ ഇന്നലെ ഗർഭം ധരിച്ച് നിങ്ങൾ ഗർഭം ധരിച്ചെങ്കിത്തെ കിടാവൂ ഞങ്ങൾ ഈ കഅബാലയത്തെ റബ്ബുടെ സത്യം പിടിച്ച് ചൊല്ലടാ, അത് ഈ ദുനിയാവുടെ നേതാവായിട്ടിക്കട് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആൾമാർക്കും വെളിച്ചായിട്ട് വന്നെങ്കിലത്തെ ഒരു നേതാവായിട്ടിക്കട് ആ നേതാവിടെ ഇട്ടിക്കറി നിങ്ങൾ ഗർഭം ചുമന്നറിയാൻ ചൊന്നിട്ടു ആമിന ബീബിട്ട കുറേശ്യങ്ങളെ മൃഗങ്ങളെ വന്നിട്ട് ചൊന്നിട്ടുണ്ടായെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ഗർഭം ചുമന്ന് ഫസ്റ്റ് നാളെ സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട ആമിന ബീബിക്ക് കിട്ടിറ് ചൊന്നിട്ടു ചരിത്ര കിതാബിൽ ഞങ്ങൾക്ക് കണ്ട്. അങ്ങനെ ആമിന ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നൽ പിന്നെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളായിട്ടിക്കിട് ഓരോരോ മലായിക്കത്തും വന്നിട്ട് നബിമാരും വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കിട്, നിങ്ങൾ ബേജാറാക്കണ്ട, നിങ്ങളെ ഗർഭത്തിലുള്ളെങ്കിത്തെ കിടാവ് ലോക നേതാവായിട്ടിക്കിട് ലോകത്തെ കീഴടക്കണമെങ്കിത്തെ നേതാവായിട്ടിക്കിട് അള്ളാഹുടെ ഹബീബായിട്ടിക്കിട് ചൊന്നിട്ടു ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നാറിട്ട് കിതാബിൽ കാണ്ട്. ആമിന ബീബി റളിയല്ലാഹു അൻഹു ചൊല്ലുടെങ്കിത്തെ ആ ഒരു പലക കഥെടുക്കൊരു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ മാ ശഉർതു അന്നി ഹമൽതു ബിഹി, ഗർഭിണി കർപ്പുഞ്ചി ചൊല്ലുടെങ്കിത്തെ ഒരു അടയാളവും നക്ക് ഗൊന്തായോ ഉണ്ടില്ല ಅಂತ വലാ വജത്തു സിഖ്ലഹു കമാ തജിദു നിസാ. പ്രഗ്നൻസി ആയ ടൈമിലും ഗർഭിണിയായ ടൈമിലും സാധാരണഗതിയിൽ പെണ്ണിങ്ങൾക്ക് ഉണ്ടാവുടെങ്കിലത്തെ ഒരു ബുദ്ധിമുട്ടും
അത് നടനൊമ്പലായിട്ടിക്കോ കാൽനൊമ്പലായിട്ടിക്കോ അല്ലെങ്കിൽ കാറിനെ വൊമിറ്റായിട്ടിക്കോ ഏതുമായിട്ടൊന്നും ഒരു ഗർഭം ധരിച്ചിട്ടാകുമ്പോൾ ഒരു പെണ്ണുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവണമെങ്കിലത്തെ ഒരു ബുദ്ധിമുട്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന ടൈമിൽ നക്ക് ഉണ്ടായോണ്ടില്ല ಅಂತ ചൊന്നുകൊണ്ടിരുന്നത് ആമിന ബീബി സ്വത്ത ചൊന്നുകൊണ്ടിരുന്നത് ഈ കിടാവിടെ ನಾನು ಗರ್ಭಂ ಚುಮಂದಪ್ಪ ನಕ್ಕೆ ಓರೋ ಪ್ರಾಬ್ಲಮ್ ಬಂದೋಂಟಿಲ್ಲ ಅಂತ ನಾನು ಗರ್ಭಂ ചെയ്യാൻ ചൊല്ലുന്നത് പോലും നക്ക് ഗൊന്തായോ ഇല്ല ಅಂತ അത്രയും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലേറ്റേക്കിട് ഈ നബീനെ നാണ് ഈ ഒരു കിടവിടെ നിന്നാണ് ഗർഭം ചുമന്നരേണ്ട് ആമിന ബീബി ചൊന്നിട്ടുണ്ടായെങ്കിൽ അതേറ്റിക്കിട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ ഗർഭകാലത്തിലെ റഹ്മത്തായിട്ട് ഉമ്മക്ക് ഇന്തിണ്ടേറ്റിക്കിട് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ആമിന ബീബി ചൊല്ലു ನಾನು ಗರ್ಭಂ ചുമന്നപ്പം നന്നിട്ട് ഒരാൾ ಬಂದು കേട്ടിട്ട് ನಾನು ವರ್ಕಲ್ നിന്നുമല്ല എസർത്തിൽ നിന്നുമല്ല വർക്കടെയും എസർത്തയും ഒരു മിഡിൽ സ്റ്റേജിൽ ഇരിക്കുന്ന ടൈമിൽ ഒരാൾ വന്നിട്ട് നന്നിട്ട് കേട്ടിട്ട് ഹൽ ഷഅർത്തി അന്നക്കി ഹമൽത്തി നിങ്ങളെ ഗർഭം ചുമന്നൊരാറ് ചൊന്നിട്ട് നിങ്ങൾക്ക് ഗൊന്തായോണ്ടുണ്ടാണ്ട് അപ്പോൾ ഞാൻ ചൊന്നേ മാ അതിരി ആമിന ബീബി ചൊല്ലു ನಾನು ഗൊന്തില്ലാണ്ട് ചൊന്നിട്ടാകുമ്പോൾ ആ ബന്ന ആൾ ചൊന്തു ഇന്നക്കി ഹമൽത്തി ബി സയ്യിദി ഹാദിഹിൽ ഉമ്മത്തി വ നബിയിഹാ നിങ്ങൾ ഈ ലോകത്തെ നേതാവും ഈ ഭൂമിയിലെ പടക്കവുകാരണക്കാരായ ഹബീബായ തങ്ങളേറ്റിക്കിട് ഗർഭം ചുമത്തിട്ടുള്ളേ ആ ഒരു കിടാവിടെ നിങ്ങൾക്ക് ജന്മ കൊടുക്കുന്ന ടൈമിലോ ആ കിടാവ് നിങ്ങൾ മുഹമ്മദ് ചൊന്നിട്ടു പേര് വെക്കുറുകൊണ്ട് ചൊന്നിട്ടു ഒരാൾ വന്നിട്ട് എൻ്റെ ചൊന്തുകൊണ്ടു ആമിന ബീബി വളരെ വ്യക്തമായിട്ട് ചൊന്നിട്ടുണ്ടായെങ്കിൽ അതേറ്റിക്കിട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ ആ ഗർഭകാലത്തിലിക്കുമ്പേ ഒരു ബുദ്ധിമുട്ടും ആക്കാണ്ട് ഉമ്മക്ക് പോലും ഒരു ബുദ്ധിമുട്ട് കൊടുക്കാണ്ട് ഭൂമി വന്ന നബി ഏറ്റിക്കിട് അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചിട്ടാകുമ്പോൾ കറുപ്പുഞ്ചായ ടൈമിലു ആമിന ബീബിയിൽ നിന്നിട്ടൊരു പ്രകാശം പോയിട്ട് ഷാമർ പട്ടണത്തിലുള്ളെങ്കിത്തെ വില കൊട്ടാറുള്ള ആമിന ബീബി അതുവഴി കാണുകയായിട്ട് അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീൻ്റെ ദഅവത്ത് ആ റായത്തുകളെ എത്തിച്ചുള്ളെങ്കിത്തെ ശുഭസൂചന ബഹുമാനപ്പെട്ട ആമിന ബീബിക്ക് കിട്ടിത്തിണ്ടായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവിടെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭത്തിലുള്ള അവസ്ഥയായിട്ട് ഇന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഭൂമിക്ക് ജനിച്ചു പണ്ടെങ്കിലത്തെ ഏറ്റവും സുന്ദരമായ ലോകത്തുള്ള എല്ലാ സമയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കണമെങ്കിലത്തെ അതൊക്കെ തുല്യതയില്ലാത്തെങ്കിലത്തെ ഒരു സ്ഥാനവും മാനവും അതുപോലെ ബഹുമാനമുള്ളെങ്കിലത്തെ ഒരു ടൈമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഭൂമിക്ക് ജനിച്ച് പണ്ട് ടൈമായിട്ടിക്കട് ആ ടൈം ഒരു എത്ര സന്തോഷവും ഫവറും ഉള്ളെങ്കിലത്തെ ഒരു ടൈമും ഞങ്ങൾ ഈ ലോകത്തിൽ എടുത്തിട്ട് കാട്ടാൻ സാധ്യമാവില്ല അങ്ങനത്തെ ഒരു ടൈമു റബിയുൽ അവ്വൽ 12 തിങ്കളാസിൻ്റെ പ്രഭാതത്തോട് അടുത്തെങ്കിത്ത ആ സമയത്തേറ്റിക്കട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഭൂമിക്ക് ജനിച്ചിട്ട് പണ്ടേ സുബ്ഹാനല്ലാഹ് ആ നബി തങ്ങ ജനിച്ചിട്ട് ആമിന ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഡെലിവറി ആവണമെങ്കിത്തെ ടൈമിൽ പ്രസവിക്കണമെങ്കിത്തെ ടൈമിൽ ആ റൂമിൽ ഇന്നെങ്കിത്തെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ ആ ചൊന്നെങ്കിത്തെ സ്റ്റോറി ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു നൻ്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന ആവണമെങ്കിത്തെ ആ ടൈമിലു ആമിന ബീബിയുടെ മുട്ട ആ റൂമിൽ ഇൻത്ത് നൻ്റെ ഉമ്മ ചൊല്ലുടു സുബ്ഹാനല്ലാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കണമെങ്കിത്തെ ആ ടൈമിലു ഡെലിവറിയുടെ ടൈമിലു ഒരു പ്രകാശം വന്നിട്ട് ആ റൂം ഇടീ സമ്പൂർണ്ണമായിട്ട് വെളിച്ച വന്നെങ്കിത്തെ പ്രകാശ ആമിന ബീബിയുടെ തടിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് എങ്ങനെ നോക്കുമ്പം ലൈറ്റ് മാത്രമായിട്ടിക്കട് പ്രകാശം മാത്രമായിട്ടിക്കട് വേറെന്തും നമുക്ക് കണ്ടുകൊണ്ടില്ല. ഞാനങ്ങനെ തല ഉദ്ദാക്കിയിട്ട് ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൻ്റെ എല്ലാ നക്ഷത്രങ്ങളും ആമിന ബീവിയുടെ മുട്ട ബണ്ട രൂപത്തിൽ നക്ക് കണ്ടെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്ന ടൈമിലു ആ റൂമിൽ ഇന്നെങ്കിത്തെ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ ചൊന്നിട്ടുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ദുനിയാവ് ജനിച്ച് ബണ്ടെങ്കിത്തെ ടൈമു അത്രയും അത്ഭുതകരമായ രൂപത്തിലായിട്ടിക്കട് അവിടെ നടന്നിരെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ചിട്ട് ബണ്ട ടൈമിലു ഒരു ലോകത്ത്
ലോകത്ത് ഒരു കിടാവും സംഭവിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനയിട്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിಗೆ ಬಂದರೆ സുജൂദുൽ തലവെക്കട രൂപത്തിലായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനയിന്ത് അതിൽ പിന്നെ രണ്ട് കൈയും ഭൂമി കുത്തിയിട്ട് തല ഉദ്ദാക്കിയിട്ട് ആകാശത്ത് നോക്കണമെങ്കിൽ ഒരു രൂപയിട്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന സമയത്ത് ഉണ്ടായത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു പണ്ട ടൈമിലു സുന്നത്താക്കപ്പെട്ട രൂപത്തിൽ മുഞ്ചി കർമ്മ ചേലാകർമ്മം ആക്കപ്പെട്ട രൂപത്തിൽ ഇട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനം ഉണ്ടായിടെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേച്ചൊന്നൊരു നാണ് അള്ളാഹു നക്ക് തന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു ആദരവായിട്ടിക്കിട് നൻ്റെ സുന്നത്തായ രൂപത്തിൽ നിന്നാണ് ജനിച്ചിട്ട് വന്നേ കാരണം നൻ്റെ മുൻദ്വാരവും പിൻദ്വാരവും ഒരാളും നോക്കിയിട്ടില്ല അത് അള്ളാഹു നക്ക് തന്ന വലിയൊരു ഭാഗ്യമായിട്ട് നബി തങ്ങൾ പിൽക്കാലത്ത് ചൊന്നിട്ട് ഉണ്ടായെങ്കിൽ പിറസത്തെ മുഅ്മിനീങ്ങളെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജനന ആ രൂപത്തിലായിട്ടെന്ത് മാത്രമല്ല ജനിക്കിട കിടാവു കണ്ണുകു സുർമയിട്ട രൂപത്തിൽ പ്രകാശപൂരിതമായിട്ട് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിനുടെ ആ കുടുംബത്തിലെ ആ ഔത്തുലെ അങ്ങനത്തെ ഒരു കിടാവ് ഇല്ലാത്ത രൂപത്തിലായിട്ടിക്കട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ച് വന്നിട്ടുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് ആ ജനിച്ച ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബായിൽ വന്നെങ്കിത്തെ സ്ഫുടമായി നബി തങ്ങൾ ചൊന്നെങ്കിത്തൊരു പലക്കയറ്റിക്കിട് ല ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹുമില്ല ആരാധന ആക്കുക അർഹമായ ആൾ അള്ളാഹു അല്ലാണ്ട് വേറെ ഒരാളും ഇല്ല നാണ് അള്ളാഹുടെ റസൂലായിട്ടിക്കിടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്പഷ്ടമായ ഭാഷയിൽ ചൊന്നിട്ടുണ്ടായെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മ കൊണ്ട് അനുഗ്രഹീതമായ ആ നാളിൽ നടന്നെങ്കിത്തെ അത്ഭുതകരമായെങ്കിത്തെ ഒരുപാട് ഘട്ടന ഞങ്ങൾക്ക് ചൊല്ലുകൊണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾക്ക് അത് വളക്കറിയാം അങ്ങനത്തെ ഉള്ള ഒരു പരിശുദ്ധമായ ഹബീബ് ജനിച്ചിട്ട് ഭൂമിക്ക് വന്നെങ്കിത്തെ ആ നാല് മുട്ട പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ടതും മദ്ഹ് പാടണമായ ഒരു നാളായിട്ടിക്കട് ഞങ്ങളുടെ മുട്ട വന്നുകൊണ്ടുള്ളേ ആ ഹബീബിനെ കൊണ്ട് സന്തോഷിച്ചെങ്കിൽ മാത്രമായിട്ടിക്കട് ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ രക്ഷപ്പെടാൻ സാധ്യ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ അബ്ബ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ഏലങ്ങൂത്തങ്ങ പെഞ്ഞൈമക്ക ഞങ്ങളെ കുടുംബത്തങ്ങ ആരെല്ലാം ഞങ്ങൾക്ക് സഹായിച്ചിറാറ ഞങ്ങൾക്ക് സപ്പോർട്ടാക്കിറാറ അർഹമർ-റഹീമായ അള്ളാഹുവെ പഠിക്കണ കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ സഹായാക്കിയങ്ങ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾ ദർസ് വേണ്ടായിട്ട് അധ്വാനിக்கிறങ്ങ ബാംഗ്ലൂർ കമ്മിറ്റി ഗൾഫ് കമ്മിറ്റി അങ്ങ് അള്ളാഹുവെ ആരെല്ലാം ഉള്ളാറ ഞങ്ങളെ ഈ ക്ലാസ് നിരന്തരമായി കേട്ടിട്ട് വേറെ ആളുകത് എത്തുപാടി കൊടുക്കണമെങ്കിൽ മിനാത്തിങ്ങ അള്ളാഹു എല്ലാ ആൽമാർക്കും നീ ആ നബിയുടെ ബറക്കത്ത് കൊണ്ട് സന്തോഷം തരണേ അല്ലാ റാഹത്തും സമാധാനവും ഇസ്സത്തും ഐശ്വര്യവും നൽകണേ അല്ലാ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ.